ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്ക് ലൈവിൽ വന്ന സമയത്ത് ധാരാളം ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വന്നിരുന്നു. ആ സമയത്ത് അവയ്ക്കെല്ലാം മറുപടി പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് വായിച്ചു നോക്കിയ സമയത്ത് ധാരാളം ചോദ്യങ്ങളുണ്ട്. എല്ലാത്തിനൊന്നും മറുപടി പറയാൻ കഴിയില്ല. ചിലതൊക്കെ എടുത്ത് പറയാം എന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ വിശേഷമായി മറ്റൊന്ന് പറയാനുള്ളത്, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് ഇന്ന് വൈകിട്ട് 6:30 മണിക്ക് നമ്മൾ പരമാവധി വീടുകളിൽ ദീപം ജ്വലിപ്പിച്ച് നാമജപങ്ങൾ, കീർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എത്ര സാധിക്കോ അത്ര എല്ലാ ഗൃഹങ്ങളിലും ഉണ്ടാവണം എന്നാണ് അഭിപ്രായം. 6:30 മണിക്കാണ് അത്. ഇന്ന് അക്ഷയ തൃതീയ ദിവസമാണ്. വളരെ പൈശാചികമെന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു പദമില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിൽ 2 സന്യാസിമാരും അവരുടെ ഡ്രൈവറും അതിഹീനമായി, ഒരിക്കലും നമ്മൾ ഭാരതത്തിൽ സംഭവിക്കാൻ അരുതാത്ത രീതിയിൽ, ലോകത്തെവിടെയും സംഭവിക്കാൻ അരുതാത്ത രീതിയിൽ പോലീസ് മേധാവികളുടെ മുമ്പിൽ വെച്ച് അതിഹീനമായി കൊല്ലപ്പെട്ടു. അതിനെക്കുറിച്ച് ആവർത്തിക്കുന്നില്ല. ഇതിൽ ആ ഒരു സ്മൃതിയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനകൾ ചെയ്ത് ആ 3 പേരുടെയും സ്മൃതി, അതിനു മുമ്പിൽ പ്രണാമാഞ്ജലികൾ അർപ്പിച്ച് ഇന്ന് ജപകീർത്തനങ്ങൾ ചെയ്യണം. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇവിടെ ഒരു സംശയം, സ്വാമിജി, കേരളത്തിലെ ജനത ഇത്രയും ഭീരുക്കളായി പോയത് എന്തുകൊണ്ട്? ഒരു ചോദ്യം ചോദിക്കാൻ പോലും ധൈര്യമില്ലാത്തവർ, അവകാശപ്പെടുന്നത് ധൈര്യശാലികൾ എന്നാണ്. ആധ്യാത്മിക ഔന്നത്യത്തിൻ്റെ അഭാവം തന്നെയല്ലേ എന്നൊരു ചോദ്യം ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ജനത ഇത്രയും ഭീരുക്കളായി പോയി എന്നതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. സമൂഹത്തിൽ ധീരന്മാരും ഉണ്ട്, ഭീരുക്കളും ഉണ്ട്. പക്ഷേ ഒരു സമൂഹ മനസ്സ് ധർമ്മത്തിനനുസൃതമായി ചിന്തിക്കുകയും ധർമ്മത്തിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം സഫലമായി തീരുന്നത്. ആ ഒരവസ്ഥയിൽ കേരളീയ മനസ്സ് രൂപപ്പെടുത്തേണ്ടതിന് അനേക ഘടകങ്ങളുള്ളത്. ഒന്നാമത്തത് വിദ്യാഭ്യാസ പദ്ധതിയാണ്. 2 മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളായാലും വിദ്യാഭ്യാസ പദ്ധതിയായാലും അതിലൂടെ പൗരസൃഷ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. പൗരസൃഷ്ടിയുടെ അടിസ്ഥാനം ധർമ്മബോധം സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ്. അപ്പം ആ രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയാകട്ടെ, മാധ്യമധർമ്മമാകട്ടെ, വേണ്ടതുപോലെ ഇവിടെ പ്രവർത്തിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത്
നമുക്കൊക്കെ അറിയാം. ദശകങ്ങളായി തന്നെ സാഹിത്യങ്ങളിലൂടെ മറ്റ് കലാരൂപങ്ങളിലൂടെ ഒക്കെ ഹിന്ദു വിരുദ്ധമായൊരു ഭാവന ഇവിടെ ഊട്ടിയുറപ്പിക്കപ്പെട്ടു. അതിന് മറ്റാരെയും കുറ്റം പറയുന്നില്ല. കുറ്റം നമ്മുടേത് തന്നെയാണ്. വേണ്ടതുപോലെ വേണ്ട സമയത്ത് പ്രവർത്തിക്കാത്ത കുറ്റം നമ്മുടേതാണ്. ഏതായാലും ഇനി അത് പറഞ്ഞിരുന്നിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഈ വികലതകളുടെ മൊത്തം സൃഷ്ടിയാണ് കേരളീയ മനസ്സിനേർപ്പെട്ട ദൗർഭാഗ്യകരമായ സമൂഹ മനസ്സിനേർപ്പെട്ട ധർമ്മബോധമില്ല. എല്ലാ മതങ്ങളിലും കേരളത്തിൽ ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസൽമാൻ ആവട്ടെ, മതവിശ്വാസം ഇല്ലാത്ത ആളാവട്ടെ, യുക്തിവാദി ആവട്ടെ, ആരോ ആവട്ടെ, ധർമ്മബോധമുള്ള മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. എന്നാൽ സമൂഹ മനസ്സെന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ അനേക ഘടകങ്ങളുടെ സ്വാധീനത്തിൻ്റെ പരിണാമമാണത്. അത് വളരെ ദോഷകരമായി കേരളത്തിൽ ബാധിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ തീർച്ചയായിട്ടും പരിവർത്തനം സംഭവിക്കും. ധർമ്മബോധം ആവുന്നത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ധർമ്മം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. Why majority of Kerala Hindus are indifferent towards sannyasins? I think this question is not specific on this assassination of sannyasins, but it is in general. It is a statement that is majority of Kerala Hindus are indifferent towards sannyasins. Actually, while reading this, I am feeling much happiness within, because some 30, 40, 50 years back, the majority of our Kerala community were criticizing sannyasins. They are social parasites. Without doing any work, they are eating. So many criticisms and allegations. But now, because of the activities of so many sannyasins in our society, and of course other scholars also, majority of people are recognizing the greatness of sannyasins' activities. So at least we have come to the state of indifference. That is good. So from a state of vilifying or criticizing, or we reach to a level of indifference. That is good. There is no doubt. It will go to the next phase of perspective. I don't mean that blind respect must be there. Whatever be the work, whoever be doing that, all are going before a type of social auditing. The activities of all, whether they are sannyasins or grihasthas, in whatever field we are working, if we are working in the society and for the society, naturally it will go for a sort of social auditing. And because of the social auditing, people will realize. There is no doubt. So there is no doubt that in the next stage, because of the activities of so many sannyasins in the society, Kerala society will start respecting from heart. I have no doubt in that.
ഈ കഴിഞ്ഞ ദിവസം സന്യാസിമാരെ ആക്രമിച്ചത് ക്രിസ്ത്യൻ മിഷണറിയുടെ സപ്പോർട്ടോടു കൂടിയാണോ? ഒരു തരത്തിലും ആരെയും നമുക്കറിയാതെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഈ സന്യാസിമാരുടെ അതിദാരുണമായ ഹീനമായ ഈ അക്രമ വാർത്ത വന്നപ്പോൾ പല പോസ്റ്റുകളും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണുകയുണ്ടായി ജിഹാദികൾ ഇത് ചെയ്തു എന്നുള്ളത്. ജിഹാദ് എന്നുള്ളത് ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ടൊരു സംജ്ഞയാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഏതൊരക്രമം നടന്നാലും നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടന്ന ശേഷം വേണം ആരാണ് കുറ്റവാളികളെന്ന് പറയാൻ. അതിനു മുമ്പ് ആരും കുറ്റവാളികളല്ല എന്ന് പറയുന്നതോ അറിയാതെ ഇവർ കുറ്റവാളികളാണെന്ന് പറയുന്നതോ രണ്ടും ഒരുപോലെ തെറ്റാണ്. അതുകൊണ്ട് ഈ അതിഹീനമായ കൊലപാതകത്തിൽ ആരാണ് കുറ്റവാളികളെന്ന് അറിയാതെ നമ്മൾ പറയരുത്. നമുക്കൊന്നേ പറയാനുള്ളൂ, നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം, സത്യസന്ധമായ അന്വേഷണം നടക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ദണ്ഡം നടപ്പിലാക്കപ്പെടണം. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. What steps to take to ensure Hindu unity? Unity will happen only when we are understanding the commonness. Irrespective of Shaivas, Vaishnavas, Shakteyas, Sauras, Kandas, and Vaidika, Tantrika, so many cults are there. Irrespective of all that, Veda is the very base of Sanatana Dharma. And of course, amongst Tantrika itself, there are Shaiva, there are Shakteya, there are Vaishnava, so many Sampradayas are there. But the greatness of Sanatana Dharma is that it is encompassing all this as a whole. And the very base of that is Veda. So, teaching Veda or the tenets of Veda in the society as much as we can. And along with Veda, Vaidika Shastras, those are connected with the Veda. This is the urgent need of the time. And spreading Veda alone will not do. Because all the society will not come for a deep study of Veda. So along with that, rituals and other practices which are in conformity with the teachings of Vedas, that is the only way through which we can have unity amongst us. And it is the urgent need of the day. There is no doubt in that. മാധ്യമങ്ങളുടെ ഈ ഹിന്ദു വിരുദ്ധത നമ്മൾ എങ്ങനെ നേരിടണം? ഇവിടെ മാധ്യമങ്ങളുടെ ഹിന്ദു വിരുദ്ധത നമുക്കെല്ലാം സുസ്പഷ്ടമായിട്ട് അറിയുന്നതാണ്, നമ്മളാലെല്ലാം അറിയപ്പെട്ടതാണ്, അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്ര വളച്ചൊടിച്ച് വാർത്തകൾ കൊടുക്കുന്നു, ചില വാർത്തകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു, ചില വാർത്തകൾ പെരുപ്പിച്ച് കൊടുക്കുന്നു. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണെങ്കിൽ, ഇന്ന് നമ്മുടെ മുമ്പിൽ വലിയൊരു മേഖലയുണ്ട്, ഇൻ്റർനെറ്റ് മാധ്യമം.
ഈ ഇൻ്റർനെറ്റ് മാധ്യമത്തെ പരമാവധി ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ ആയിരക്കണക്കിന് പേര് കണ്ടുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല പല സംവാദങ്ങളും സംഭാഷണങ്ങളും നമ്മൾ ഫേസ്ബുക്ക് ലൈവിലൂടെ പോകുന്നു, യൂട്യൂബ് ഉപയോഗിക്കുന്നു, പിന്നെ ആശയപ്രചരണത്തിന് വാട്സപ്പ് ഉപയോഗിക്കുന്നു, ടെലിഗ്രാം ഉപയോഗിക്കുന്നു, വേറെ അതുപോലെ പല പല ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പം ഇന്ന് സാധ്യമായിട്ടുള്ള നമുക്കുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരമാവധി ആശയപ്രചരണം ചെയ്യുക. അത് ഒരിക്കലും അസത്യവാർത്ത പ്രചരിപ്പിക്കരുത്. സത്യസന്ധമായി അറിയുന്നത് മാത്രം ധർമ്മബോധത്തോടു കൂടി പ്രചരിപ്പിക്കുക. ആ നിലയ്ക്ക് നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അറിയേണ്ടുന്ന സമൂഹം അറിയും, അറിയിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ആരാണോ ധർമ്മവിരുദ്ധമായി വാർത്തകളെ പ്രസരിപ്പിക്കുന്ന മറ്റ് മാധ്യമങ്ങൾ അവ അപ്രസക്തമായി തീരും. അതുകൊണ്ട് പരാതി പറഞ്ഞിരിക്കാൻ നമുക്ക് നേരമില്ല. അവർ കൊടുക്കുന്നില്ല, ഇവർ കൊടുക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിരിക്കാൻ നമുക്ക് നേരമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സാധ്യതയിലുള്ള പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് പറയാനുള്ളത്. ഇവിടെ ഒരു ചോദ്യം, സന്യാസിമാരുടെ ഈ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിനെ തുടർന്ന് നിയമ നടപടികൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. സത്യസന്ധമായി പറഞ്ഞാൽ നമുക്ക് ആർക്കും എത്രമാത്രം ഊർജ്ജസ്വലമായി അവിടെ നടക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇന്ന് ആ പ്രദേശത്ത് ഇന്നലെ പോയി എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി, മിക്കവാറും പേര് അവിടെ ഒളിവിലാണ്, ബന്ധപ്പെടാവുന്നവരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുകയും മറ്റും ചെയ്ത ശ്രീ ഉത്തം കുമാർ, അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കുകയുണ്ടായി. ഏതായാലും ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അദ്ദേഹം തൃപ്തനല്ല. കാരണം രാഷ്ട്രീയ സ്വാധീനങ്ങൾ അവിടെ വളരെയധികം കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ സ്വാധീനങ്ങളെ അതിക്രമിക്കാനുള്ള സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി വളർത്തിയെടുക്കപ്പെടണം. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അതാണ് വേണ്ടത്. അല്ലാതെ അതിൽ കവിഞ്ഞ് എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ വയ്യ. ഏതായാലും ശക്തമായ ഭാഷയിൽ ജൂന അഖാഡ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ലോക്ക്ഡൗണിൻ്റെ സമയത്തിനുള്ളിൽ തന്നെ അന്വേഷിച്ച് അതിൻ്റെതായ കുറ്റവാളികളെ ശിക്ഷിച്ചിരിക്കണം എന്ന് കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ബാക്കിയുള്ള വിഷയങ്ങൾ ജൂന അഖാഡ അവർ തീരുമാനിക്കുമായിരിക്കും. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. നമുക്ക് ചിന്തിക്കേണ്ടത് സാമാജികമായി നമ്മുടെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക, സാമാജികമായ ചേതനയെ ഉണർത്തിയിട്ട് നിഷ്പക്ഷമായ അന്വേഷണം നടക്കാനുള്ള പ്രേരണ കൊടുക്കുക. ഇവിടെ മറ്റൊരു ചോദ്യം, മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ ആരെങ്കിലും ബോധപൂർവം ശ്രമിക്കുന്നുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും ഉണ്ടാവാം. പക്ഷേ നമുക്ക് ആരുടെ പേരിലും കുറ്റാരോപണം ചെയ്യാൻ കഴിയില്ല, വസ്തുനിഷ്ഠമായി അറിയാതെ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ. സ്വാമി, പോലീസുകാർ എന്തുകൊണ്ടാണ് നിസ്സഹായത കാണിച്ചത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 30ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഈ സന്യാസിമാർ 2 പേരും അവരുടെ ഡ്രൈവറും കൂടി വാഹനത്തിൽ എത്തിപ്പെട്ടു. ആ സമയത്ത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മെയിൻ റോഡ് വഴിയുള്ള യാത്ര ക്ലേശകരമായതുകൊണ്ട് അവർ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്
അവിടെ വാഹനം തടയപ്പെടുകയും ഇവർ കള്ളന്മാരാണ്, ഇവർ കുട്ടികളെ മോഷ്ടിക്കുന്നവരാണ്, കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്നവരാണ് എന്നാരോപിച്ചുകൊണ്ട് ജനക്കൂട്ടം ഇവരെ ആക്രമിക്കാൻ തുനിയുകയും ചെയ്തു. അങ്ങനെ തുനിഞ്ഞ സമയത്ത് അത്യാവശ്യം ചെറിയ നിലയ്ക്കുള്ള അക്രമം ആരംഭിച്ചപ്പോഴത്തേക്ക് തന്നെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ ഇവരെ കാണുകയും അതുപോലെ ഡ്രൈവർ പോലീസിനെ വിളിക്കുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പോലീസ് എത്തി. ആദ്യം 2-3 പോലീസുകാരാണ് ആദ്യം എത്തിയിരുന്നത്, മനസ്സിലാക്കിയെടുത്തോളം. പിന്നീട് ഇവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഒരു സ്വാമിജിയെ, മറ്റവർ പോലീസ് വണ്ടിയിൽ ഇരുത്തി. ഈ സമയത്ത് ആ ഗ്രാമത്തിലെ സർപ്പഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയാം, സർപ്പഞ്ച്, ഇവർ സന്യാസിമാരാണ്, ഇവരൊരിക്കലും കുട്ടികളെ പിടിക്കുന്നവരല്ല, കള്ളന്മാരല്ല എന്ന് ആ ഗ്രാമീണരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ശാന്തരാക്കി. അങ്ങനെ അവർ ശാന്തരായി ഇവർ വാഹനത്തിന് വന്ന കേടുപാട് തീർത്ത് പുറപ്പെടാൻ തയ്യാറാകുന്ന സമയത്ത് വലിയൊരു സംഘം അക്രമത്തിന് തയ്യാറായി നിൽക്കുകയാണ്. എന്നല്ല, അവർ പോലീസ് ജീപ്പിൽ ഇരിക്കുന്ന 2 പേരെ, അതായത് ഡ്രൈവറെയും ഒരു സ്വാമിയെയും, സുശീൽ ഗിരി എന്നു പേരുള്ള സ്വാമിയെയും മർദ്ദിച്ചു കൊല്ലുകയാണ്. പിന്നീടാണ് കൂടുതൽ പോലീസുകാരെത്തുന്നതും അതിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണത്രേ ആ ഫോറസ്റ്റ് ഓഫീസിലിരുന്ന സ്വാമിയെ കൂടി ഇങ്ങോട്ട് ആനയിച്ച് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം കേട്ട വർത്തമാനങ്ങളാണ്. ഇതൊക്കെ അന്വേഷണം നടക്കണം. അന്വേഷണം നടന്ന് ആരാണ് അപരാധി എന്നുള്ളത് തീർച്ചയായിട്ടും തെളിയിക്കപ്പെടണം. അതിനനുസരിച്ച് മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾ അതിനായിക്കൊണ്ടുണ്ടാവട്ടെ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് പോലീസുകാർ നിസ്സഹായത കാണിച്ചതെന്ന് നമുക്കറിയില്ല. അവിടെ മറ്റൊരു വിഷയമുള്ളത്, അവിടെ ഏറ്റവും അധികം രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. വളരെയധികം രാഷ്ട്രീയ സ്വാധീനമുള്ള ഈ മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിലെ, പ്രത്യേകിച്ച് വനവാസി മേഖലയിലൊക്കെയുള്ള സാമൂഹിക സ്ഥിതി കേരളത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന രീതിയിലല്ല. അവിടെ ഏത് പാർട്ടി ആയാലും രാഷ്ട്രീയപരമായി കുറച്ച് അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർ വലിയ ബാബുമാരാണ്. അവിടെ അവരുടെ മുമ്പിൽ മറ്റുള്ളവരെല്ലാം വളരെ വിനയത്തോടു കൂടി അല്ലെങ്കിൽ വിധേയത്വത്തോടു കൂടി നിലകൊള്ളുന്നൊരവസ്ഥാവിശേഷം ഇന്നും ഉണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന സ്ഥലം വനവാസി മേഖലയാണെന്ന് കൂടി ഓർമ്മിക്കുക. ഇവിടെ ഹിന്ദുക്കൾക്ക് കേരളത്തിൽ എന്തുകൊണ്ട് ഏകതയില്ല, അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഏകതയുണ്ടാക്കാൻ വേണ്ടി ആവുന്നത് പരിശ്രമിക്കുക. ഏകതയില്ല 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 എന്ന് പറയരുത്. അത്ര ഏകതയില്ലായ്മയൊന്നുമില്ല. ഏത് ജാതിഭേദം പറഞ്ഞാലും ഹിന്ദു ഒരേ ക്ഷേത്രത്തിൽ തന്നെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു ജാതിഭേദവും ഇല്ല, ഒരു രാഷ്ട്രീയ ഭേദവും ഇല്ല. എല്ലാ ഹിന്ദുക്കളും ഒരേ ക്ഷേത്രത്തിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, ഉപാസന ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാമിൽ നമ്മളിത് കാണുന്നില്ല, ക്രിസ്ത്യാനിറ്റിയിൽ ഇത് കാണുന്നില്ല. അവിടെ ഓരോ ജാതിയായിട്ടാണ്. ഒരു വിഭാഗത്തിൻ്റെ പള്ളിയിലേക്ക് മറ്റേ വിഭാഗം പ്രവേശിക്കുക പോലുമില്ല. പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ധർണകളും അക്രമങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതിയിൽ അടക്കമുള്ള കേസുകൾ കണ്ടതാണ്. വ്യത്യസ്ത വിഭാഗങ്ങളായി പിരിഞ്ഞ് ഓരോ വിഭാഗത്തിന് പ്രത്യേകം പള്ളികളാണ്, ആരാധനാ കേന്ദ്രങ്ങളാണ്. അത്ര ഐക്യം ഒരു കാരണവശാലും ഹിന്ദു സമൂഹത്തിനിടയ്ക്ക് ഇല്ല. അതുകൊണ്ട് പഴയ പല്ലവി ഇങ്ങനെ ആവർത്തിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള നടപടികൾ? 2 പേരുടെ മരണത്തിൽ, 2 പേരുടെ മരണമല്ല 3 പേരുടെ മരണമാണ്. 2 സന്യാസി വര്യന്മാരും അവരുടെ കൂടെ അവരുടെ സേവ ചെയ്യാനായിക്കൊണ്ട് പുറപ്പെട്ട കാന്തിവലിയിലെ ഡ്രൈവറും. ഏതായാലും ഗവൺമെൻറ് എത്രമാത്രം സത്യസന്ധമായി
നിയമ നടപടികൾ ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കാം. നമുക്ക് നല്ലതിനായിക്കൊണ്ട് സങ്കല്പിക്കാം. എല്ലാ നന്മകളും വരട്ടെ എന്ന് നമുക്ക് സങ്കല്പിക്കാം. മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലേക്കല്ലേ അവർ പോകാൻ ശ്രമിച്ചത്? അതെ, അവർ താമസിക്കുന്നത് ത്രയംബകേശ്വറിനടുത്ത് ആണ് അവരുടെ ആശ്രമം. ത്രയംബകേശ്വർ എന്ന് പറഞ്ഞാൽ നാസിക്കിൽ നിന്ന് 32 കിലോമീറ്റർ ദൂരെയാണ്. അവിടെയാണ് അവരുടെ ആശ്രമം. അവരുടെ ഗുരുസ്ഥാനം ഗുജറാത്തിൽ സൂററ്റിനടുത്താണ്. അപ്പോൾ ഗുരുനാഥൻ്റെ സമാധിയെ തുടർന്ന് അവർ പുറപ്പെട്ടു. പക്ഷെ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇൻ്റർസ്റ്റേറ്റ് മെയിൻ ബോർഡർ കടക്കുക വളരെ പ്രയാസകരമാണ്. എന്നാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത് ആ ഭാഗത്ത് പരിചയമുള്ളവർക്കറിയാം, ധാരാളം വഴികൾ ഗ്രാമങ്ങളിലൂടെയുണ്ട്. ആ ഗ്രാമങ്ങളിലൂടെ പോകാം. അതിനവർ പരിശ്രമിച്ചു. ആരെങ്കിലും അതിൽ തിരിച്ചു വിട്ടിട്ടുണ്ടാവും, നമുക്കറിയില്ല. അറിയാത്ത വിഷയങ്ങൾ പറയാൻ പാടില്ല. ഏതായാലും വഴി ധാരാളം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്, നമുക്കറിയാമത്. അങ്ങനെയാണ് അവർ പോകാൻ പുറപ്പെട്ടത്. മാത്രമല്ല, അവരുടെ ഗുരുനാഥൻ്റെ സമാധി കർമ്മങ്ങളോടനുബന്ധിച്ച് യതിപൂജയ്ക്ക് നൽകാൻ ദക്ഷിണ കൊടുക്കാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ അവർ ഉപാസിക്കുന്ന ചില മൂർത്തികളുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എന്തായി എന്നുള്ളതിനെ പറ്റി അറിയില്ല. ഏതായാലും പ്രതിഷേധം ഇത്രയും വൈകിയത് എന്തുകൊണ്ടാവാം? ഇവിടെ ഈ വാർത്ത സമൂഹം അറിഞ്ഞത് തന്നെ എപ്പോഴാണ്? എത്ര ശുഷ്കാന്തിയോടുകൂടി ചില വാർത്തകൾ പ്രചരിപ്പിക്കും, ചില വാർത്തകൾ തമസ്കരിക്കും. ഇതാണല്ലോ മാധ്യമങ്ങളുടെ നിലപാട്. ഈ മാധ്യമ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. വാസ്തവത്തിൽ നമ്മളൊക്കെ തന്നെ ഈ വിഷയം അറിയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അത്ര പോലും മാധ്യമങ്ങൾ ഈ വാർത്തയെ തമസ്കരിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം. മാത്രമല്ല, ഇതിനെ തമസ്കരിച്ചതിനെ തുടർന്നുണ്ടായ ചർച്ചകളിലും മറ്റും ബന്ധപ്പെട്ടിട്ടാണല്ലോ എഡിറ്റേഴ്സ് ഗിൽഡിൽ നിന്ന് അർണബ് ഗോസ്വാമി രാജിവെക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായത്. അതിന് ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങൾ ഉണ്ടാകുമായിരിക്കാം, വേറെയും പ്രശ്നങ്ങൾ അതിൽ അന്തർഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ചർച്ചയിൽ പൊങ്ങി വന്നത് അങ്ങനെയാണ്. ഏതായാലും മാധ്യമങ്ങളുടെ നിലപാട് സത്യത്തിനും ധർമ്മത്തിനും അനുസരിച്ച് ആയിത്തീരണം. കോഴിക്കോട് ധർമ്മരക്ഷയ്ക്കായി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൂടെ? ലോക്ക്ഡൗണിന് ശേഷം. ലോക്ക്ഡൗൺ എത്ര ദിവസം നീളുന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ പ്രാർത്ഥനയാണ് ഇപ്പോൾ വേണ്ടത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ ഇന്ന് വൈകുന്നേരം 6:30 മണിക്ക് ദീപം ജ്വലിപ്പിച്ച് ആ മഹാത്മാക്കളെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥന ചെയ്യാം. ഈശ്വരൻ തന്നെ കള്ളനല്ലേ എന്നാണ് ഒരാളുടെ ചോദ്യം. ഹരി എന്നാൽ അപഹരിക്കുന്നവൻ, അപഹർത്താവ് കള്ളൻ എന്നാണ്. ശരിയാണ്. എന്തിനെ അപഹരിക്കുന്നവനാണ്? ഹരി ശബ്ദത്തിന് ഹരതി അജ്ഞാനമിതി ഹരി, അജ്ഞാനത്തെ മോഷ്ടിക്കുന്നവൻ, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവൻ. ഹരതി സർവാണി പാപാനീതി ഹരി, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവൻ ഹരി. ഇതാണ് അർത്ഥം. ആ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സന്യാസിമാരെ കൊന്നത് സംഘപരിവാർ തെമ്മാടി കൂട്ടങ്ങളാണ്. അവരുടെ രീതി അതാണ്. ഇങ്ങനെ നമ്മൾ വിധി കൽപ്പിച്ചാൽ ഇവിടെ പോലീസോ അന്വേഷണമൊന്നും ആവശ്യമില്ലല്ലോ. നേരത്തെ പറഞ്ഞു, നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം. ആ നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ ആരാണ് ഇത് ചെയ്തതെന്ന് വെളിച്ചത്ത് വരണം. ഏതായാലും അവിടെ വീഡിയോ ക്യാമറയിൽ പിടിക്കപ്പെട്ടവരാരൊക്കെയാണെന്ന് പ്രദേശത്തുകാർക്കറിയാം. അത് കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരും NCPയുമായി ബന്ധപ്പെട്ടവരുമാണ്. അവരുടെ പ്രഭാവ സ്ഥലമാണത്. ഈ സംഭവം നടന്ന സ്ഥലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഭാവമുള്ള സ്ഥലമാണ്. അപ്പം അവിടെ പോയി സംഘപരിവാർ കൊന്നു എന്നാണ് പറയുന്നതെങ്കിൽ മറ്റൊന്നും പറയാനില്ല. സംഘപരിവാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ
പരിവാര പ്രസ്ഥാനങ്ങളെ ആയിരിക്കും. ഇത് ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചും വിപരീത ഭാവന ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് അയാൾ മൂല്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയും. പക്ഷെ സ്വയം മൂല്യം കൽപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ വസ്തുനിഷ്ഠമായി അറിയാതെ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും അയാൾ പറയില്ല. അത് വളരെ ശ്രദ്ധേയമാണ്. ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ ജിഹാദികൾ ഉണ്ടെന്നുള്ള പല പ്രചരണവും വന്നു. നമ്മൾ പരിചയമുള്ളവരോടൊക്കെ വിളിച്ചു പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പറയരുത്, ആരെന്നറിയാതെ നമ്മൾ പറയരുത്, വസ്തുനിഷ്ഠമായി ആരെന്നറിഞ്ഞിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുകയുണ്ടായി. അത് വളരെ ശ്രദ്ധേയമാണ്. രണ്ട് സന്യാസിമാർ മാത്രമല്ലല്ലോ, അവരുടെ ഡ്രൈവറും കൊല്ലപ്പെട്ടില്ലേ എന്നൊരു ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞെടുത്തെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് സന്യാസി വര്യന്മാരും അവരുടെ സേവയ്ക്കായി കൂടെയുണ്ടായിരുന്ന ഡ്രൈവറുമെന്ന്. എന്നാൽ ചില വീഡിയോകളിൽ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ രണ്ട് സന്യാസിമാർ ജനക്കൂട്ടത്തിൽ, അതും പോലീസ് ഓഫീസർമാരുടെ മുമ്പിൽ വെച്ച് കൊല്ലപ്പെടുന്ന അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രഥമമായ സന്ദർഭം സംഭവമായതുകൊണ്ട് ആ ഒരു ഭാവാവേശം കൊണ്ട് ചിലപ്പോൾ സന്യാസിമാർക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ അർത്ഥം ഡ്രൈവറെ വിസ്മരിക്കുന്നു എന്നല്ല. ആ മൂന്ന് ജീവനും ഒരേപോലത്തെ വിലയും മൂല്യവും നമ്മൾ കൽപ്പിക്കുന്നു. ഇവിടെ ആയുധമെടുത്ത് ഇതിന് പ്രതികരണം ചെയ്യണം എന്ന് കുറേ പേരുടെ കമൻസ് വായിക്കുകയുണ്ടായി. ഇവിടെ ഓരോ പ്രശ്നവും പ്രതിസന്ധിയും വരുമ്പോൾ പൗരന്മാർ ആയുധമെടുത്താൽ രാഷ്ട്രത്തിൻ്റെ വ്യവസ്ഥ താറുമാറാകും. നമ്മുടെ രാഷ്ട്രത്തിനൊരു വ്യവസ്ഥയുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയാണ് നിഷ്പക്ഷമായി സുതാര്യമായി മുന്നോട്ട് നീങ്ങേണ്ടത്. അത് നീങ്ങാൻ വേണ്ട ഇച്ഛാശക്തി സമൂഹം വളർത്തിയെടുക്കുക, അതാണ് വേണ്ടത്. ഇയാളെപ്പോലുള്ള ആളുകൾ പോലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇയാളെപ്പോലുള്ള എന്നതുകൊണ്ട് ചിദാനന്ദപുരി സ്വാമിയെയാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും സ്വാഗതം. ഓരോ വ്യക്തിക്കും ഏത് ദൃഷ്ടിയിൽ നോക്കുന്നോ അങ്ങനെ നോക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സാമാജികമായ സുവ്യവസ്ഥയ്ക്ക് നമ്മൾ എന്ത് കുത്തിത്തിരിപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ സാധിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ബാഹ്യമായി അറിയുന്ന രീതിയിലാണ്. പ്രഭാഷണങ്ങളായാലും ക്ലാസ്സുകളായാലും ഒക്കെ തന്നെ ആർക്കും സംബന്ധിക്കാവുന്നതാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ 30-ലേറെ വർഷങ്ങളായി ദിവസവും ഒരു 2 സ്ഥലത്തെങ്കിലും എത്തിപ്പെടാറുണ്ട്, പ്രഭാഷണങ്ങളായിട്ടും ക്ലാസ്സുകളായിട്ടും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്താണ് പുറമെ ക്ലാസ്സുകൾ ഇല്ലാതിരുന്നത്. എന്നാൽ ആ സമയത്ത് ഒഴിവില്ല, ദിവസവും 2 ക്ലാസ്സൊക്കെ തന്നെ ഇപ്പോഴും ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിരീക്ഷിക്കുന്നവർക്ക് എന്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്നു അത് കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ ഇന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നത് കുത്തിത്തിരിപ്പാണെന്ന് പറയാനുള്ള സന്ദർഭമുണ്ട്. അതാണ് പറയാനുള്ളത്. ഈ സ്വാമി നേരത്തെയൊക്കെ വർഗീയ പ്രസംഗം നടത്തുന്ന ഒരു വർഗീയ സ്വാമിയായിരുന്നു. അതും വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഒരു 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 വിലയിരുത്തലാണ്. തീർച്ചയായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യം എഴുതിയ ആൾക്കുണ്ട്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ എന്താണ് വർഗീയത? ഹിന്ദുവെക്കുറിച്ച് എന്തു പറഞ്ഞാലും വർഗീയതയാണ്.
വേറെ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞാൽ വർഗീയതയല്ല, ക്രിസ്ത്യാനിയെക്കുറിച്ച് പറഞ്ഞാൽ വർഗീയതയല്ല, ഹിന്ദുവെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വർഗീയത. ആ ഒരു നിലപാടിൽ കാണുന്നവരോട് പറയട്ടെ, വർഗീയം തന്നെയാ. എന്താ വേണ്ടത്? അതല്ലാതെ ഏതെങ്കിലും വർഗഭേദത്തെക്കുറിച്ച്, അതുള്ളവൻ്റെ വർഗം ഇല്ലാത്തവൻ്റെ വർഗം, അല്ലെങ്കിൽ സുന്നത്ത് ചെയ്തവൻ്റെ വർഗം ചെയ്യാത്തവൻ്റെ വർഗം, അല്ലെങ്കിൽ മാമോദീസ മുക്കിയവൻ്റെ വർഗം മുക്കാത്തവൻ്റെ വർഗം, ഇങ്ങനെ ഏതെങ്കിലും വർഗഭേദത്തിനെ അധികരിച്ച് ഇന്ന് വരെ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രഭാഷണം എവിടെയെങ്കിലും നടന്നത് കേൾപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ പറയുന്നവർക്ക് കേൾപ്പിക്കാം. ഒരിക്കലുമില്ല. നേരെ മറിച്ച് ഹിന്ദു ധർമ്മത്തെ ഉദ്ധരിക്കുന്നതിന്, ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങളെ പ്രചരിപ്പിക്കുന്നതിന്, ആചാരക്രമങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ പ്രസരിപ്പിക്കുന്നതിന് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈന്ദവ ധർമ്മത്തിനുള്ളിലുള്ള ദുരാചാരങ്ങളെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതുകൊണ്ട് അത് വർഗീയമെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്ക് തോന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഞാൻ എതിർക്കുന്നില്ല. അവർ ചെയ്യുന്നതിനെ വർഗീയമെന്ന് തിരിച്ചു പറയുന്നുമില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ആശയങ്ങൾ പ്രചരിക്കുക, സമൂഹം വേണ്ടത് സ്വീകരിക്കട്ടെ, നല്ലതും ചീത്തയും വിവേകം ചെയ്ത് സ്വീകരിക്കാനുള്ള കഴിവ് നമ്മുടെ സമൂഹത്തിനുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ കഴിവിൽ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം. ഇതാണ് പറയാനുള്ളത്. ഭാരതത്തിലെ സാമൂഹിക പരിവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ജനമുന്നേറ്റങ്ങളിലൂടെയാണ്. അങ്ങനെ ഒരു മുന്നേറ്റം ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യമായിരിക്കുകയാണ്. പ്രതീകാത്മകമായി നടക്കുന്ന അയ്യപ്പ ജ്യോതി വലിയ വിജയമായിരുന്നു. ഇനി നമുക്ക് ഹിന്ദുവിനെ നിത്യജീവിതത്തിൽ ബാധിക്കുന്ന ഒരു വിഷയത്തെ മുൻനിർത്തി വീണ്ടും ഒരു മുന്നേറ്റം ഇപ്പോൾ തുടങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഹിന്ദുവിൻ്റെ ശക്തിയും വോട്ട് ബാങ്കും ആയിത്തീരില്ലേ? ഹൈന്ദവ ശക്തിയെ, ധർമ്മബോധത്തെ ശക്തമാക്കുന്നതിന്, പ്രസരിപ്പിക്കുന്നതിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണം. പക്ഷേ അതെല്ലാം ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം അയ്യപ്പ ജ്യോതി ജ്വലിപ്പിച്ചത് വളരെ ഒരു സംഘർഷഭരിതമായ അവസ്ഥയിൽ നമ്മുടെ ഹിന്ദു സമാജം ഉഴറിയ സമയത്താണ്. ശബരിമലയിൽ എന്തെല്ലാം നടന്നു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി അതിൽ പങ്കുചേരുകയും ചെയ്തു. അങ്ങനെ അത് വലിയൊരു ധർമാവബോധവും സാമാജികമായി വലിയൊരു വിജയവുമാക്കി തീർക്കാൻ അതിനെ സാധിച്ചു. തീർച്ചയായിട്ടും ധർമാവബോധനത്തിൻ്റെ പ്രക്രിയ ഒരു തുടർ പരിപാടിയായിരിക്കണം. ഈ ഭാരതത്തിൻ്റെ തനത് സംസ്കൃതിയെ ആദരിക്കുന്ന, അവർ മതം കൊണ്ട് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസൽമാൻ ആവട്ടെ, ആരും ആവട്ടെ, മതമില്ലാത്തവനാവട്ടെ, യുക്തിവാദിയാവട്ടെ, ആരും ആവട്ടെ, ഭാരതത്തിൻ്റെ തനത് ധർമ്മത്തെ ആദരിക്കുന്ന എല്ലാവരുടെയും പങ്കാളിത്തം ഇതിലുണ്ടാവേണ്ടതാണ് ധർമ്മബോധ പ്രചരണത്തിന്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എല്ലാ വ്യവസ്ഥയും. അതിന് അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയരലും നടക്കണം. തീർച്ചയായിട്ടും ഇവിടെ കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഒരാൾ ചോദിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പൊതുവെ ഇടപെടാറില്ല. അത് സ്റ്റേറ്റ് വേണ്ടതുപോലെ ചെയ്യുന്നില്ല എങ്കിൽ ഗവർണർ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ലോ ആൻഡ് ഓർഡർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അഭിപ്രായം പറയാറുള്ളൂ. അതുകൊണ്ട് ആ ചോദ്യത്തിൽ വലിയൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കലികാലത്ത് ഇങ്ങനെയാണെന്ന് കരുതി നിയമം പാലിക്കപ്പെടണമെന്നില്ലേ? തീർച്ചയായിട്ടും നിയമം പാലിക്കപ്പെടണമെന്നാണല്ലോ പറഞ്ഞതൊക്കെ. ആവർത്തിച്ച് പറയുന്നത് നിയമം ശക്തമായി നടപ്പിലാവണമെന്നുള്ളതാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൗനം ഡിസപ്പോയിൻറ്റിങ് ആൻഡ് സ്കാരി ആണ്.
ഹിന്ദുത്വം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കുറ്റപ്പെടുത്തൽ കേൾക്കുന്ന ഒരു സർക്കാർ പോലും വേണ്ടത്ര പ്രാധാന്യം ഇതിന് നൽകി കാണുന്നില്ല. ഇവിടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വ്യക്തികൾ തീർച്ചയായിട്ടും ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്, ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാരിന് നമ്മുടേതായ നിയമമനുസരിച്ച് ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് അതിൽ നേരിട്ട് ഗവൺമെൻറ്റിന് കയറി ഇടപെടാൻ കഴിയില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിശേഷം എല്ലാവരും മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ടാണ് ഹിന്ദു വിരോധികളാവുന്നത്? എന്താണ് കമ്മ്യൂണിസം എന്ന് പോലും അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ അടിസ്ഥാനമായ സിദ്ധാന്തത്തിൽ നിന്ന് വ്യതിചലിച്ച് കമ്മ്യൂണിസത്തെ പല രീതിയിലേക്ക് അധികാരത്തിന് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനും മറ്റുമാക്കി തീർക്കാൻ പലർക്ക് സാധിച്ചു. ഇപ്പം ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ EMS നമ്പൂതിരിപ്പാട് ലേഖനങ്ങൾ എഴുതിയത് ഓർമ്മിക്കുക. ഏതാനും ദശകങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പറയുമോ? പറയില്ല. ത്യാഗം സഹിച്ച് കമ്മ്യൂണിസത്തിൻ്റെ വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ തദ്വാര സമാജത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ ഇവിടെ പ്രവർത്തിച്ച ത്യാഗധനന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടായിരുന്നു. ഒട്ടനവധി, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ത്യാഗധനന്മാരായ, വളരെ ത്യാഗം അവർ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തു, രാഷ്ട്രത്തിൻ്റെ ഒരു നല്ല ഭാവി സങ്കല്പിച്ചുകൊണ്ട്. സിദ്ധാന്തം ശരിയോ തെറ്റോ അവിടെ നിൽക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തെ നമ്മൾ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനുവേണ്ടി ത്യാഗം അനുഭവിച്ച് സമാജത്തിൻ്റെ നന്മ വിചാരിച്ച് ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് മനുഷ്യ സ്നേഹത്തെ ഉണർത്തിക്കൊണ്ട് ജീവിച്ച ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. മാറി മാറി ഇപ്പോൾ ആശയം എവിടെ എത്തി നിൽക്കുന്നു? ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നടക്കുന്നത് ഒരു തരം വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും അധപ്പതിക്കുകയാണ്. നമുക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഹിന്ദു സമൂഹം വോട്ട് ബാങ്കായിട്ട് ഉയരുകയാണെങ്കിൽ ഒരു സംശയവും ഇല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളെ അതിൻ്റെ കൂടെ വരും. അത് യാതൊരു സംശയമുള്ള വിഷയമല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഒരു മതത്തോടും പ്രത്യേകിച്ച് പ്രതിബദ്ധതയൊന്നും ഉണ്ടായിട്ടല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് വോട്ട് ബാങ്കായിട്ട് രൂപപ്പെടാൻ ഹിന്ദുവിന് കഴിയുമോ? തീർച്ചയായിട്ടും അവരിങ്ങോട്ടും വരും, അത്രയേ ഉള്ളൂ. അഘോരിയും അഖാഡയും തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? അഘോരിയും അഖാഡയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അഘോരി എന്നുള്ളത് ശൈവ താന്ത്രിക ഉപാസകന്മാരുടെ ഒരു വിഭാഗമാണ്. ശൈവ താന്ത്രിക ഉപാസനയാണ്. അവർ സന്യാസനിഷ്ഠയിൽ കഴിഞ്ഞ്, അല്ലെങ്കിൽ അവർ വിവാഹാദികളൊന്നും ചെയ്യാതെ തന്നെ ഈ ഒരു ശൈവ താന്ത്രിക വിധാനത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. അഖാഡകൾ എന്ന് പറഞ്ഞാൽ അത് മുൻപ് രൂപീകരിക്കപ്പെട്ട കാലഘട്ടത്തിൽ, ഭാരതത്തിൽ ഇസ്ലാമിക ഭരണകാലത്ത് കൂട്ടം കൂട്ടമായി സന്യാസിമാർ ഹിംസിക്കപ്പെട്ട സന്ദർഭത്തിൽ സന്യാസിമാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് അഖാഡകൾ രൂപീകരിക്കപ്പെട്ടു. അവിടെ ആയോധന കലകൾ, ആയുധവിദ്യകൾ ഒക്കെ പഠിച്ചുകൊണ്ട് ധാരാളം സാധുക്കൾ, ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു. ധർമ്മരക്ഷയ്ക്ക് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പേര് നാഗ സന്യാസിമാരായിട്ട് ദീക്ഷിതരായി. ആ അഖാഡകൾ ഇപ്പോഴും നിലവിലുണ്ട്. ഇനി സാന്ദർഭികമായി പറയട്ടെ, ആ അഖാഡകളിൽ ഒന്നാമത്തെ അഖാഡയാണ് ജൂന അഖാഡ. ആ ജൂന അഖാഡയിലെ 2 മഹാത്മാക്കളാണ് ഇപ്പോൾ അതിഹീനമായി ഹിംസിക്കപ്പെട്ടത്. ലക്ഷക്കണക്കിന് സാധുക്കൾ അംഗങ്ങളായുള്ള അഖാഡയാണ് ജൂന അഖാഡ എന്ന് മനസ്സിലാക്കുക. ഈ അഖാഡയിലെ സാധുക്കളുടെയൊക്കെ അഭ്യാസ പ്രകടനങ്ങൾ, ആയോധന കലയൊക്കെ കാണണമെങ്കിൽ കുംഭമേള സമയത്ത് അത് നിരീക്ഷിച്ചാൽ കുറച്ചൊക്കെ മനസ്സിലാവും.
ഇനി ഞങ്ങളൊക്കെ തന്നെ അഖാഡകളിലെ അംഗങ്ങളാണ്. നമ്മൾ നിരഞ്ജനി അഖാഡയത്തെ അംഗമാണ്. എല്ലാ സന്യാസിമാരും ഏതെങ്കിലും അഖാഡയായിട്ട് ബന്ധപ്പെട്ടവരാണ്. ലോക്ക്ഡൗണിന് ശേഷം ആയിരക്കണക്കിന് നാഗസന്യാസിമാരുടെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പ്രതിഷേധ പ്രകടനം നടക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നു. ഇതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? തക്കതായ ശിക്ഷ കൊടുക്കണം. തീർച്ചയായിട്ടും തക്കതായ ശിക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. തക്കതായ ശിക്ഷ കൊടുക്കുകയാണ് വേണ്ടത്, അതിൽ സംശയമില്ല. ജൂന അഖാഡ പറഞ്ഞത് ലോക്ക്ഡൗൺ സമയമാകുമ്പോഴത്തേക്ക് അന്വേഷണവും തക്കതായ ശിക്ഷാ നടപടികളിൽ ഏർപ്പെടുന്ന വിഷയവും നടന്നില്ലെങ്കിൽ ഉചിതമായ രീതിയിൽ നാഗസന്യാസിമാരുടെ ഒക്കെ പ്രകടനങ്ങൾ അവിടെ ഉണ്ടാവും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയില്ല. അത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ധർമ്മത്തിന് വേണ്ടി സന്യാസികളാൽ വിഭാവന ചെയ്യപ്പെട്ട് സമൂഹം ഫോളോ അപ്പ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് രൂപപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ആ രീതിയിൽ ഇന്ന് കാര്യങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. കൂടുതൽ നന്നായി വരട്ടെ, നല്ലൊരു ഭാവിയിലേക്ക് ഉയരട്ടെ. ഇയാൾ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരാണ് കൊന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഉചിതമായ അന്വേഷണം നടക്കട്ടെ. അവിടുത്തെ വീഡിയോകളിൽ പതിഞ്ഞ രൂപങ്ങൾ ആ പ്രദേശത്തുള്ളവർക്കറിയാം ആരാണെന്ന്. മാത്രവുമല്ല, അവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ മുഴുവൻ പേരും തന്നെ NCPയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും പ്രവർത്തകരാണ്. ഇനി വേറെ പാർട്ടികളുടെ എത്ര ഉണ്ടെന്ന് എണ്ണം നോക്കണം. നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരം അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവരാരും കുറ്റവാളികളാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റവാളിയാണെന്ന് അർത്ഥമില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ടാലോ ലോക്കപ്പിൽ ഇടപെട്ടാലോ കുറ്റവാളിയാണെന്ന് അർത്ഥമില്ല. കുറ്റവാളിയാകുന്നത് അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്ന സമയത്താണ്. അങ്ങനെ തെളിയിച്ചതിന് ശേഷമല്ലാതെ ആരാണ് ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല, പറഞ്ഞിട്ടില്ല, പറയാനും പാടില്ല. അതുകൊണ്ട് ഇയാൾ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളത് അയാളുടെ ഒന്നുകിൽ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ പുറത്തേക്ക് വന്നതാണ്. അവിടെ മഹാരാഷ്ട്ര ആഭ്യന്തരം പറയുന്നു BJPക്കാർ എന്ന്, ഗ്രാമസർപഞ്ച് പറയുന്നു മൊത്തത്തിൽ ആ നാട്ടുകാർ എന്ന്. പിന്നെ ഈ സ്വാമി എന്ത് അറിവുകേടാണ് പറയുന്നത്? ഇവിടെ ആ പ്രദേശത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ തന്നെയാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ആര് കുറ്റവാളി എന്നുള്ളത് അന്വേഷണം യുക്തമായി നടക്കട്ടെ, തെളിയിക്കപ്പെടട്ടെ. അതിനുശേഷം മാത്രമാണ് നമുക്കൊക്കെ പറയാൻ സാധിക്കുക. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് നമുക്കൊക്കെ അറിയാം, അതാരാണെന്നുള്ളത് അറിയാം. സംഘപരിവാർ എന്ന തീവ്രവാദി പ്രസ്ഥാനത്തെ കൂട്ടാതെ ഹിന്ദു എന്ത് നവോത്ഥാനം മുന്നോട്ട് വെച്ചാലും സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയുമായി മുഴുവൻ ജനങ്ങളും ഉണ്ടാകും. ഇവിടെ സംഘപരിവാർ എന്ന തീവ്രവാദി പ്രസ്ഥാനം എന്ന് പറഞ്ഞതിനോട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം എന്നുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകനാണ്. അദ്ദേഹം ഗുജറാത്ത് പ്രാന്തത്തിൻ്റെ പ്രചാരകനായിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയായത്. നമ്മുടെ രാഷ്ട്രപതി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്വയംസേവകനാണ്. ഉപരാഷ്ട്രപതി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകനാണ്, കാര്യകർത്താവായിരുന്നു. അവരൊക്കെയാണ് ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ലോകത്തിൽ അത്ഭുതകരമായ രീതിയിൽ നയതന്ത്ര രംഗത്തിലും വിദേശകാര്യ ബന്ധങ്ങളിലും ഭാരതം ഉയരുകയാണ്. ഇസ്ലാമിക രാജ്യങ്ങളെന്ന് സ്വയം പറയുന്ന രാജ്യങ്ങൾ തന്നെ എത്രക്കേറെ പുരസ്കാരങ്ങൾ കൊടുത്ത് ഇതം പ്രഥമമായി ഭാരതത്തെ ആദരിച്ചു. പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ഓരോ പുരസ്കാരവും ഭാരതത്തിന് കിട്ടുന്ന പുരസ്കാരമാണല്ലോ. ഇസ്രായേലിലും പാലസ്തീനിലും ഒരേ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതത്തിൻ്റെ വിദേശകാര്യ ബന്ധത്തിൻ്റെ മർമ്മം പ്രധാനമന്ത്രി ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഭീരുത്വം ഉണ്ടായിട്ടില്ല. പലസ്തീനിൽ പോവാനോ ഇസ്രായേലിൽ പോവാനോ ഒരു ഭീരുത്വം ഉണ്ടായിട്ടില്ല.
രണ്ട് രാജ്യങ്ങളിലും ഒന്നിച്ചു പോയി രണ്ടുപേരോടും സൗഹൃദം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് ഭാരതത്തിനുള്ളത്. ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നത് RSSകാർ തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി RSSകാരനാണ്. അപ്പം അതുകൊണ്ട് RSS ഭീകര സംഘപരിവാർ എന്ന തീവ്രവാദി പ്രസ്ഥാനം എന്നുള്ള പദപ്രയോഗമൊക്കെ വളരെ വിചാരം ചെയ്ത് യുക്തിപൂർവ്വം ചിന്തിച്ച ശേഷം പറയണമെന്നാണ് ഇത് പറഞ്ഞ സഹോദരനോട് പറയാനുള്ളത്. കേരളത്തിലെ ഹിന്ദു സംരക്ഷണത്തിന് കേരളത്തിലെ RSS പര്യാപ്തമാണോ? ഹിന്ദു സംരക്ഷണത്തിന് RSS പര്യാപ്തമാണോ എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്. ഞാൻ പര്യാപ്തമാണോ എന്ന് ഓരോരുത്തരും ചോദിക്കുക. അവനവൻ നാമം ജപിക്കുന്നുണ്ടോ? അവനവൻ ഹൈന്ദവ ആചാരം ചെയ്യുന്നുണ്ടോ? അവനവൻ ഹൈന്ദവ ശാസ്ത്രങ്ങളെ പഠിക്കുന്നുണ്ടോ? അവനവൻ്റെ ജീവിതം എത്ര ഹിന്ദു ജീവിത വ്യവസ്ഥയ്ക്ക് അനുരൂപമായിട്ടാണ് ഇത് വിലയിരുത്തുക. ഈ വിലയിരുത്തലാണ് വേണ്ടത്. എന്നിട്ട് എന്ത് തിരുത്താണോ വരുത്തേണ്ടത് അത് സ്വയം തിരുത്താൻ തയ്യാറാവുക. ഒരു ഭാഗത്ത് ഇത് RSS ഭീകരരാണെന്ന് മുദ്ര കുത്തുക, മറ്റൊരു ഭാഗത്ത് ഹിന്ദുവിനെ രക്ഷിക്കാൻ RSS വേണമെന്ന് പറയുക. അപ്പം അത് രണ്ടും കൂടി ഒരു സുഖമുള്ളതല്ല. അതുകൊണ്ട് RSS ഹിന്ദുവിനെ രക്ഷിക്കാൻ സജ്ജമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ എത്രമാത്രം സ്വയം ആചാരനിഷ്ഠയിൽ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭാരതത്തെ ഇപ്പോൾ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു. അത് വലിയ അംഗീകാരമല്ലേ? എന്താണ് സ്വാമിജിയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഭാരതത്തെ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതലായി ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങളുടെ ഒരു നേതൃനിരയിലേക്ക് ഭാരതം ഉയരുകയാണ്. പല മേഖലകളിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ലോകത്തെ നയിക്കുന്ന ഒരു ശക്തിയായി ഭാരതം തീരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മഹാരാഷ്ട്ര സംഭവത്തിന് ശേഷം പഞ്ചാബിലും സന്യാസിയെ ആക്രമിച്ചു. മറ്റൊരിടത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തെ കൊച്ചുകുട്ടിയടക്കം വെട്ടിക്കൊന്നിരിക്കുന്നു. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഹിന്ദു സമൂഹത്തെ ഭയപ്പെടുത്താൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അത് എത്രമാത്രം സംഘടിതമാണ്, ആലോചനയിലൂടെ ഉണ്ടാവുന്നതാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏതായാലും വളരെ ഖേദകരമാണ്. പഞ്ചാബിൽ പുഷ്പഗിരി മഹാരാജ്, സ്വാമി പുഷ്പഗിരി മഹാരാജ് ആക്രമിക്കപ്പെട്ടു. അദ്ദേഹം ആശ്രമത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സന്ദർഭത്തിൽ രാത്രി സമയത്താണ് ആക്രമിക്കപ്പെട്ടത്. വലിയ മാരകമായ വെട്ടാണ് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോൾ ശുശ്രൂഷയിൽ ആണ്, ആശുപത്രിയിൽ. ഏതായാലും എന്താണതിൻ്റെ പിന്നിലെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇതുവരെ കേട്ടുകേൾവി ഇല്ലാത്ത തരം സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ഖേദകരം എന്ന് മാത്രം പറയുകയാണ്. പക്ഷെ ഇവിടെ വിഷയം എല്ലാം വാർത്തയാക്കുന്ന മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും വേണ്ടതുപോലെ വാർത്തയാവുന്നില്ല? ഏതൊരു വിഷയത്തിനും ഉടനെ ചാടി പിടിച്ച് അഭിപ്രായം പറയുന്ന കുറേ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പലപ്പോഴും എന്തുകൊണ്ട് ഈ ഒരു ഖേദകരമായ മൗനം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹിന്ദുക്കൾക്കെതിരായ അനീതിക്കെതിരെ എന്തുകൊണ്ടാണ് സമുദായ സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിഷേധിക്കാത്തത്? സമുദായ സംഘടനകൾ എന്തുകൊണ്ട് എന്നുള്ളത് സമുദായ സംഘടനകളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമുക്ക് പറയാനുള്ളത്, ശാസ്ത്രത്തിൻ്റെയും ആചാരശുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന ഹൈന്ദവ സമൂഹം വൈഷ്ണവ, ശൈവ, ശാക്തേയ, ഗാണപത്യ, സൗരാദി വ്യത്യാസമില്ലാതെ ആചാരശുദ്ധിയോടുകൂടി ഉയർന്നു വരുന്ന ഹിന്ദു സമൂഹം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും
ഹിന്ദു എന്നുള്ള ആ മൊത്തം അവബോധത്തിൻ്റെ മുമ്പിൽ പരിമിതങ്ങളായ സാമുദായിക സംഘടനകളുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടും. എത്ര സാമുദായിക സംഘടനകൾ അവയുടെ നാരായ ആ ഒരു ഹിന്ദുത്വം എന്നുള്ള വേരിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ അത്രയും നല്ലത് തന്നെ. കാരണം ഇവിടെ നായരുണ്ടാവണമെങ്കിൽ ഹിന്ദു നായരാണ്, ഇവിടെ ഈഴവരുണ്ടാവണമെങ്കിൽ ഹിന്ദു ഈഴവരാണ്, ഇവിടെ നമ്പൂതിരി ഉണ്ടാവണമെങ്കിൽ ഹിന്ദു നമ്പൂതിരിയാണ്. ഹിന്ദു എന്ന അടിത്തറയുണ്ടെങ്കിലേ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ചിന്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിൽക്കുന്ന കാലത്തോളം ആ ഒരു ഹിന്ദു എന്നുള്ള ചിന്തയെ മുറുകെ പിടിച്ചുകൊണ്ടാണോ നിലനിൽക്കുന്നത് എങ്കിൽ സാമുദായിക സംഘടനകൾ പ്രസക്തങ്ങളാണ്. അല്ലാത്ത പക്ഷം അവ ചില്ലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്കൂളോ കോളേജോ പാസ്സാവാൻ വേണ്ടിയിട്ട് മറ്റും നീക്കുപോക്കുകൾ ചെയ്ത് ധർമ്മം എന്നുള്ള കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് പോവുകയാണോ എങ്കിൽ അവ അപ്രസക്തമായി തീരേണ്ടതാണ്. ഇത് ഹൈന്ദവ സമാജമാണ് ഈ ഒരു നിശ്ചയത്തിലേക്ക് ഉയരേണ്ടത്. ഹിന്ദുവിനെ കുറിച്ചുള്ള സ്വാമിജിയുടെ ആകുലത ഒരു വർഗീയവാദമാണെങ്കിൽ ആ വർഗീയതയിൽ ഹിന്ദു എന്നതിൽ ഞാനുമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ചിന്തയാണ് വേണ്ടത്. യോഗിജിയെ പോലെ സ്വാമിജി കേരള മുഖ്യമന്ത്രി ആയാൽ നന്നായിരുന്നു. നമ്മുടെ മേഖല രാഷ്ട്രീയ പ്രവർത്തനമല്ല, നമ്മുടെ മേഖല ശാസ്ത്ര പ്രചരണവും അതിനനുസൃതമായി ആചരണങ്ങളെ പ്രോത്സാഹിപ്പിക്കലും ഹിന്ദു സമാജത്തിൽ ഹൈന്ദവ ധർമ്മത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യലും ഒപ്പത്തിനൊപ്പം ഇനി ഹിന്ദു എന്നിവിടെ പറയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ആശ്രമത്തിൽ എല്ലാ മതങ്ങളിൽപ്പെട്ടവരും ഒരുപോലെ വരുന്ന സങ്കേതമാണ്. എല്ലാവരുമായിട്ട് ഒരുപോലെ ബന്ധം പുലർത്തുന്നതാണ്. വരുന്നവർക്കറിയാം എങ്ങനെയാണ് നമ്മുടെ രീതി എന്നുള്ളത്, ബന്ധപ്പെടുന്നവർക്കറിയാം. നമ്മൾ ഹിന്ദു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരതത്തിൻ്റെ തനത് സംസ്കൃതിയാണ്. ആ സംസ്കൃതിയെ ശാസ്ത്രത്തിൻ്റെയും ആചരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രസരിപ്പിക്കുന്നതിനാണ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്ന രീതിയിൽ രാഷ്ട്രീയത്തെ എപ്പോഴും ജാഗ്രതയോടുകൂടി നോക്കി കാണുന്നുണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും ബന്ധപ്പെടുന്നില്ല. അതാണ് അതിന് മറുപടി പറയാനുള്ളത്. Swamiji, why government is still retaining the highly discriminated Right to Education Act? It's a matter on which wide discussion must happen. Right to Education Act is basically a best enactment. There is no doubt in that. But while implementing that, there are so many problems, practical problems. And because of many articles in the Constitution, those religions which are calling themselves or by others as minority religions, they will get so many exceptions. And as per the constitutional right, they can or they will start so many institutions and then will be recognized. So there also all the burden goes to the Hindu religion or Hindu society. So all aspects of this act vis-a-vis the constitutional provisions must be subjected to a good social debate. അഘോരി സന്യാസികൾക്ക് കൂട്ടായ്മയുണ്ടോ? ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. കൂടുതലായിട്ട് അറിയില്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ അഖാഡകൾ തന്നെ
പുതിയ പല അഖാഡകളും ഈ അടുത്ത കാലത്തായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അഖാഡകൾ അവർക്കുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇവിടെ കുറേ ഈ തെറിയാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള കുറേ വാക്കുകളൊക്കെ കുറേ പേര് എഴുതുന്നുണ്ട്. തായോളി, തന്ത എന്നൊക്കെ പറഞ്ഞിട്ട്, തന്ത എന്ന് പറഞ്ഞാൽ അച്ഛനെ വിളിക്കുന്ന പേരാണ്. തായോളിയുടെ അർത്ഥം എനിക്ക് അറിയില്ല. നമ്മളെപ്പോഴും ആശയത്തെ ആശയം കൊണ്ടാണ് നമ്മൾ നേരിടേണ്ടത്. ആശയ ചർച്ചയിൽ തെറ്റായ സഭ്യമല്ലാത്ത വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പോരായ്മയാണത്. ഇപ്പം ഏത് സമൂഹത്തിൽ എവിടെ ചെന്നാലും നമ്മുടെ ശുദ്ധിയും നമ്മുടെ സാംസ്കാരിക മഹിമയും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ സ്വയം ഹീനതയാണ് ഏറ്റുവാങ്ങുന്നത് സുഖമല്ലാത്ത തരം വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ. ഇവിടെ പന്നി തുടങ്ങിയ ചില വിളികൾ കാണുകയുണ്ടായി. പന്നി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നേരത്തെ തായോളിയുടെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ പന്നിയുടെ അർത്ഥം അറിയാം. പന്നി ഒരു ജന്തുവാണ്. മനുഷ്യരൂപം കണ്ടിട്ട് പന്നിയാണെന്ന് തോന്നണമെങ്കിൽ അത് പന്നിക്കായിരിക്കും തോന്നുക എന്നാണ് തോന്നുന്നത്. കാരണം മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയുമെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് മറ്റ് മൃഗങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് ഒരു ദോഷവും നമുക്ക് ആർക്കും വരാനില്ല. നമ്മൾ ആ മൃഗം ആവാൻ പോകുന്നില്ല. നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് പരസ്പരം ചർച്ചകളും അഭിപ്രായങ്ങളും കമൻറ്റുകളെല്ലാം മാനുഷികമായ നിലയ്ക്ക് വെച്ചുകൊണ്ട് നമ്മൾ തുടരുകയാണെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവും. അല്ലാതെ ആർക്കും ഒരു നഷ്ടവും ഇല്ല. ഇപ്പോൾ ഇതൊന്നും കണ്ട വൈകാരികതയിലേക്ക് പോകുന്ന ആൾക്കാരല്ലല്ലോ ഇപ്പുറത്തുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ വൈകാരികത വരുന്നൊരവസ്ഥയും അല്ല. അതുകൊണ്ട് ആ ഒരു സംസ്കാര ഭാവം നമുക്കൊക്കെ സമൂഹത്തിനുണ്ടാവട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ദളിതരുടെ ഹൈന്ദവ സ്വത്വം ഇല്ലാതാക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നു. അംബേദ്കറുടെ ബുദ്ധമത ആശ്ലേഷം ഇതിനായി ഉപയോഗിക്കുന്നത് എങ്ങനെ പ്രതിരോധിക്കും? അംബേദ്കർ ബുദ്ധമതത്തെയാണ് ആശ്ലേഷിച്ചത്. ബുദ്ധമതം സനാതന ധർമ്മത്തിലെ നവീകരണ പ്രസ്ഥാനം മാത്രമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ സനാതന ധർമ്മ വ്യവസ്ഥയിൽ നിന്ന് മാറി എബ്രഹാമിക് മതങ്ങളിലേക്ക് പോകാമായിരുന്നു. ഇല്ല, ബുദ്ധ ജൈന വ്യവസ്ഥകൾ സനാതന ധർമ്മത്തിൻ്റെ നവീകരണ പ്രസ്ഥാനങ്ങളാണ് എന്ന് മാത്രവുമല്ല, നമ്മുടെ നിയമമനുസരിച്ച് ഹിന്ദു എന്നുള്ള ഡെഫിനിഷനിൽ ബുദ്ധിസ്റ്റ്, ജൈൻ എന്നിവ കൂടി ഉൾപ്പെടുന്നുണ്ട് വ്യത്യസ്ത നിയമങ്ങളിൽ. എല്ലാ നിയമത്തിലും എന്ന് പറയുന്നില്ല, വ്യത്യസ്ത നിയമങ്ങളിൽ. ഉദാഹരണത്തിന് കേരളത്തിൽ നിലവിലുള്ള ക്ഷേത്രപ്രവേശനം സംബന്ധിക്കുന്ന നിയമം നോക്കിയാൽ അവിടെ ഡെഫിനിഷൻ ക്ലോസിൽ ഹിന്ദു എന്നുള്ളിടത്ത് വ്യക്തമായിട്ട് ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജൈൻ എന്നിവയുണ്ട്. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിലെ ഒരു നവീകരണ പ്രസ്ഥാനമായിരുന്നു ബുദ്ധ സമ്പ്രദായം എന്ന് മനസ്സിലാക്കുക. ഏതായാലും വളരെ സന്തോഷം. വളരെയധികം പേര് ഇതിൽ പങ്കെടുത്തു. വളരെ സന്തോഷം. സാന്ദർഭികമായിട്ട് നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6:30 മണിക്ക് വിളക്ക് വെച്ച ശേഷം എല്ലാവരും ആ 2 മഹാത്മാക്കളെയും അവരുടെ സേവകനായി വന്ന ഡ്രൈവറെയും സ്മരിച്ചുകൊണ്ട് നാമം ജപിക്കണം. അതുപോലെ മറ്റന്നാൾ ശങ്കര ജയന്തിയാണ്. ശങ്കര ജയന്തി ദിവസം കഴിയുന്നത്ര പേര്, എല്ലാവരോടും പറയുന്നില്ല, ശാരീരിക സ്ഥിതി ഓരോരുത്തർക്കേ അറിയുള്ളൂ, കഴിയുന്നവർ പകല് ഉപവാസം അനുഷ്ഠിക്കുക. അന്ന് വൈകിട്ട് പല കാര്യക്രമങ്ങളുണ്ട്. തീർച്ചയായിട്ടും ശങ്കര ജയന്തി സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് ലൈവ് ഉണ്ടായിരിക്കും 2:30 മണിക്ക്. അതുപോലെ 4 മണിക്ക് ജനം ടി വിയിൽ പ്രഭാഷണവും ചോദ്യോത്തരവും ഉണ്ട്. ഇതിലൊക്കെ എല്ലാവർക്കും പങ്കെടുക്കാം. തൽക്കാലം നമസ്കാരം. സമയം 4 മണി ആയതുകൊണ്ട്, 4 മണി ആവാൻ പോകുന്നു, 4 മണി ആയിട്ടില്ല. അതുകൊണ്ട് ഉപസംഹരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ കുറേ ചോദ്യങ്ങൾ സൈഡിലുണ്ട്. ധാരാളം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഇപ്പം മറുപടി പറയാമെന്ന് പറഞ്ഞാൽ
വളരെയധികം വിഷമമുണ്ട്. ഇവിടെ ഒരാളുടെ Swamiji, so many negative comments are coming in live. Please ignore. We want your valuable time, valuable ideas and positive thinking. See, there are so many comments. In our opinion, it is negative. But in their opinion, it is positive. They are writing from their heart. So we have to welcome them. And we have to give reply in a way which they can imbibe. That is our duty. Because nothing is negative or positive for us. Fact is fact. From which angle we are viewing the world, so we are seeing. As many a time repeated by Swami Vivekananda, what you have inside, that you see outside. So that is happening. So all those who are commenting in the negative terms, let them do that. They have the right. And we must, with all love and care, must accept them also. Them also we have to take into account. They must have a satisfaction. Oh, he at least he paid some heed for us also. That will change them. Even though they won't accept outwardly, an inner change will come. Let it come. So we can be open to all. If one person is praising you, there is no doubt somebody will be cursing you. If there is light somewhere, there will be darkness somewhere. So that is the law of the world. So we can accept both. There is nothing wrong. After all, what we are showing, our own samskara. And we must give a chance for them, at least to change, to make some culture with all love. So, all are acceptable. So, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനകളും മറ്റുണ്ട്. അതുകൂടാതെ അക്ഷയ തൃതീയ പ്രമാണിച്ച് പല പരിപാടികളും ഇന്നുണ്ട്. അതിനൊക്കെ ഓൺലൈനായിട്ട് തന്നെ പല കാര്യക്രമങ്ങളും ഉണ്ട്. നേരത്തെ സാന്ദർഭികമായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെക്കുറിച്ച് പ്രതിപാദിക്കാനിടയായി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് 5 മണിക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക്ജിയുടെ പൊതുസമൂഹത്തോടുള്ള പ്രസംഗമുണ്ട്. അപ്പം അതിനൊക്കെ കേൾക്കേണ്ടവർക്ക് കേൾക്കാം. അതിനൊക്കെ തയ്യാറാവേണ്ടതുണ്ടാവും. അതുകൊണ്ട് ഇതേറെ ദീർഘിപ്പിക്കുന്നില്ല. വളരെ വളരെ സന്തോഷം. താല്പര്യമുള്ളവർക്ക് മറ്റന്നാൾ ഉച്ചയ്ക്ക് 2:30 മണിക്ക് പങ്കെടുക്കാം. അന്ന് ശങ്കരജയന്തി സംബന്ധിച്ചായിരിക്കും ഒരു ലഘു പ്രഭാഷണം. അത് കഴിഞ്ഞ് ചോദ്യോത്തരങ്ങളാവാം. നമസ്തേ.